ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ഫോർ മൈ വൈഫ്. പിന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. K9 മൈക്ക് ഞാൻ വരുത്തി. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് സംബന്ധമായിട്ടും ആ മൈക്കിന് സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. ഐ ആം നോട്ട് എ പെയ്ഡ് പ്രൊമോട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു ബ്ലോഗർ ആയിരുന്നാലും ഉപയോഗപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ സൗണ്ടും മറ്റു കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വരും. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനൊരു പ്രൊഡക്റ്റിന് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇത് K9 2-in-1 വയർലെസ് മൈക്കാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവോ വല്ലതും നടത്തുകയാണെങ്കിൽ രണ്ടുപേർക്ക് ഒരേ സമയം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, മറ്റൊരാൾ ഉത്തരം പറയും, ആ രീതിയിലൊക്കെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു പ്രൊഡക്റ്റ് ഉള്ളത് നല്ലതാണ്. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം ഒട്ടിയിരിക്കുകയാണ്. ഇതിൽ തന്നെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബില്ലാണ്. ഇതിൻ്റെ വില വരുന്നത് 1499 രൂപയാണ്. $1499 രൂപ. ആണല്ലോ. ഇതേപോലെ ഒരു ചെറിയൊരു ബോക്സാണ് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്യാം. ടൈറ്റാണ്. കാണാമെന്ന് വിചാരിക്കുന്നു. ഉണ്ടല്ലേ? ഇത് പഴയ ടൈപ്പിനുള്ള ഫോണുണ്ടല്ലോ, സി ടൈപ്പ് അല്ലാത്ത, അതിനുള്ളതാണ്. ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റർ, റിസീവറാണ്. അപ്പോൾ 2 TX, 2 ട്രാൻസ്മിറ്ററും ഓരോ റിസീവർ. ഇനി ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം.
ഇതാണ് ചാർജിങ് കേബിൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത് വേറെ ഒന്നുമില്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞ്, ഇതൊരു ചൈന പ്രൊഡക്റ്റാണ് കണ്ടിട്ട്. ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. വയർലെസ് മൈക്ക് ഇൻട്രൊഡക്ഷൻ, ID ഡയഗ്രാം, ഹൗ ടു യൂസ്, പാക്കിംഗ് ലിസ്റ്റ് എന്തൊക്കെ ഉണ്ട്, മൈക്രോഫോൺ, ട്രാൻസ്മിറ്റർ, റിസീവർ, ചാർജിങ് കേബിൾ, യൂസർ മാനുവൽ. ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ C ടൈപ്പിനുള്ള ഫോണിൻ്റെയാണ്. അതിൽ ഡയറക്റ്റും കൊടുത്താൽ മതി. ഇപ്പം പഴയ ടൈപ്പിനുള്ള ഫോണിലും നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇത് ചാർജ് ചെയ്യാനുള്ളതാണ്. ഇതാ ഇവിടെ ആണ്. ഇവിടെയാണ് ചാർജ് ചെയ്യാനുള്ള. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഫോണിൻ്റെ ചാർജറുണ്ടല്ലോ, ആ ചാർജറിൽ കൊടുത്ത് നമ്മൾ ചാർജ് ചെയ്യണം. വയറിന് നീളം കുറവാണ്, അതനുസരിച്ച് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. ഇത് ഫോണിൽ കൊടുക്കുമ്പോൾ തന്നെ ഇത് ചാർജ് കയറിക്കോളും. ഇതിൽ പ്രത്യേക ചാർജ് ചെയ്യേണ്ട. ഈ 2 മൈക്കിന് മാത്രമേ ചാർജ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി മാനുവലൊക്കെ വായിച്ചിട്ട് വിശദമായിട്ട്. ഹലോ, ഇപ്പം ഞാൻ ഈ മൈക്ക് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പം കേൾക്കുന്നത് ഇതിൽ കൂടിയുള്ള സൗണ്ടാണ്. സൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ രണ്ടാമത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടാമത്തെ മൈക്ക്. ആ റിസീവർ അതിൽ നമ്മൾ കൊടുത്ത ശേഷം അതിൽ ഓരോന്നും ചെയ്യണ്ട. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച്. ഇപ്പോൾ ഓഫായി. ഒരു 3 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ മതി, ഓഫാവും. ഇതാ ഓഫായി, പച്ച ലൈറ്റ് പോയല്ലോ. റിസീവർ കൊടുത്ത ശേഷം നമ്മൾ ഇവിടുത്തെ ഈ സ്വിച്ച് ഇതേപോലെ 3 സെക്കൻഡ് ഓൺ ചെയ്ത് പ്രസ് ചെയ്ത് വയ്ക്കുക. നോക്കിക്കോളൂ, 3 സെക്കൻഡേ പാടുള്ളൂ. ഇതാ പച്ച ലൈറ്റ് വന്നു. ഈ പച്ച ലൈറ്റ് കത്തിയാൽ നമ്മൾ റിസീവറായിട്ട് പെയറായെന്നാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ കൂടിയുള്ള സൗണ്ടാണ്. ഇനി നമുക്ക് വെളിയിൽ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ സൗണ്ട്. ഇത് വേറൊന്നും വേണ്ടത്, കോളറിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇതിൽ പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് 20 മീറ്ററൊക്കെ കിട്ടുമെന്നൊക്കെയാണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്ഡോർ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാം. ഇതിവിടെ ഒരു 3 സെക്കൻഡ് ഞാൻ അമർത്തിയാൽ മതി. ഇതാ ഓഫായി. 3 പച്ച ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ റിസീവറുമായിട്ട് വേറെ ആപ്ലിക്കേഷൻ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഓപ്പോ, വിവോ ആൻഡ് റിയൽമി ഫോണിലാണെങ്കിൽ യൂസേഴ്സ് വിൽ ബി ടു ടേൺ ഓൺ OTG കണക്ഷൻ.
in their phone settings. Every time before using the K9 mic. ബാക്കി എല്ലാം ഫോണിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ക്യാമറ ആണെങ്കിൽ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം വീഡിയോ സെറ്റിംഗ് എടുക്കുക. വീഡിയോ സെറ്റിംഗ് പോയിട്ട് ആഡിയോ സോഴ്സ് ഉണ്ട്. ആഡിയോ സോഴ്സിൽ ഇന്റേണൽ എക്സ്റ്റേണൽ മൈക്ക് അതിൽ പ്രസ് ചെയ്യുക. കണ്ടില്ലേ, എക്സ്റ്റേണൽ മൈക്കിൽ അത്ര ഫിറ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളെ മൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പ്രവർത്തിച്ചോളും. വൈഫിനെ പറഞ്ഞുവിടുകയാണ്, മൈക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതാ പോവുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്നൊരു പുതിയ മൈക്ക് വാങ്ങിച്ചു. അപ്പോൾ അത് എൻ്റെ ക്ലിയർ എത്രത്തോളം കിട്ടും എന്നുള്ള ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 50 മീറ്റർ ദൂരെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ മൈക്കിൽ നമുക്ക് എത്ര ക്ലിയറൻസ് കിട്ടും എന്നുള്ള ഒരു പരീക്ഷണമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി നടത്തുന്നത്. അപ്പം ഞാനിന്ന് സംസാരിക്കണത് എത്രത്തോളം അതിൽ കിട്ടും എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ല മൈക്കാണെന്ന് തോന്നണം കണ്ടിട്ട്. ഇതിൽ സൗണ്ട് നല്ല ക്ലിയർ ആവുമെന്നാണ് തോന്നണം. ഒരുപാട് ദൂരെ, ഒരു 50 മീറ്ററോളം ദൂരെ നിന്നാണ് ഞാൻ സംസാരിച്ച് ഇപ്പോൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വാങ്ങാം. ഓക്കേ.